നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള വൈറസുകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവയെ നമ്മുടെ പ്രതിരോധ ശക്തി എന്ന ബാരിക്കേഡ് വെച്ച് തടുത്തു നിർത്തുകയാണ്. എന്നാൽ ചില വൈറസുകൾ ആ ബാരിക്കേഡും തകർത്ത് നമ്മുടെ ശരീരത്തിൽ കയറും. അതിനുശേഷം നമ്മുടെ ശരീരം അതിനെ പുറത്താക്കാനുള്ള പ്രക്രിയകൾ ചെയ്യും. ഇതിന്റെ ഫലമായി നമുക്ക് പല അസുഖങ്ങളും വരും. എന്നാൽ ഇതിൽ ചിലർ പ്രസവിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സസ്തനികൾ നമ്മൾ മനുഷ്യർ ഉൾപ്പെടുന്ന ജീവിവർഗം. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നവരെയാണ് മാമൽസ് അഥവാ സസ്തനികൾ എന്ന് പറയുന്നത്. എന്നാൽ മുട്ടയിടുന്ന സസ്തനികളും ഉണ്ട്. അതിൽ ഒന്ന് പ്ലാറ്റിപ്പസും മറ്റൊന്ന് എക്കിഡിനെയും. ഇവർ പക്ഷിവർഗത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് അവരെ മാമൽസ് ആയി കാണുന്നു. സസ്തനികളെ യുത്തേറിയൻസ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നമ്മുടെ പ്ലാറ്റിപ്പസും എക്കിഡിനെയും പെടില്ല. വവ്വാലുകൾ മുതൽ നീലത്തിമിംഗലം വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. എന്നാൽ ഈ പ്രക്രിയയ്ക്ക് പിന്നിൽ ചില വൈറസുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് മാമൽസ് മുട്ടയിടാത്തത് എന്നും അവയിൽ എപ്പോഴാണ് മറുപിള്ള വികസിക്കുന്നത് എന്നതിനെ പറ്റി ഗവേഷണം ചെയ്യുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം പുറത്തു വന്നത്. നമ്മുടെ ഏതോ പൂർവികരിൽ നിന്നുമായിരിക്കാം മറുപിള്ളയുടെ വികാസത്തിന്റെ തുടക്കം എന്ന് പറയുന്നു. അതിനു മുമ്പുണ്ടായിരുന്നവർ മുട്ടയിടുന്നവരായിരിക്കും. മുട്ടയ്ക്കുള്ളിൽ ഭ്രൂണം വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെയുള്ള ഭക്ഷണം അതിൽ തന്നെ ഉണ്ടാകും. അമ്മ കുഞ്ഞിന് പ്രോട്ടീൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പരിണാമത്തിന്റെ ഏതോ ഘട്ടത്തിൽ ഈ ഒരു പ്രക്രിയയ്ക്ക് മാറ്റം സംഭവിച്ചു. ഭ്രൂണം അമ്മയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് വളരുകയും അമ്മ കുഞ്ഞിന് പ്രോട്ടീന്റെ ഒരു അംശം കൊടുക്കേണ്ടി വന്നു. അമ്മ വഴി കുഞ്ഞിന് ഓക്സിജനും കൊടുക്കേണ്ടി വന്നു. ഇത് വലിയൊരു പ്രശ്നമായി മാറി. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം തമ്മിൽ കലരരുത്. അഥവാ കലർന്നാൽ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുഞ്ഞിനെ കൊന്നുകളയും. കാരണം അമ്മയുടെ ശരീരത്തെ സംബന്ധിച്ച് കുഞ്ഞൊരു ഫോറിൻ ബോഡിയാണ്. സിസ്റ്റത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഫോറിൻ ബോഡികളെ ശരീരത്തിൽ കടത്തിവിടാതെ അവയെ നശിപ്പിക്കുക എന്നാണല്ലോ. മുട്ടയിടുന്ന ജീവികൾക്ക് ഇത്തരമൊരു പ്രശ്നമില്ല. ബീജസങ്കലനം നടന്നുണ്ടാകുന്ന ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് 10 ദിവസത്തിനുള്ളിൽ ഗർഭാശയ ഭിത്തിയിൽ ഉറച്ച് മറുപിള്ള ഉണ്ടാകുന്നു. മറുപിള്ളയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തെ വില്ലി എന്നാണ് പറയുക. ഇത് കാണാൻ വിരലുകൾ പോലെ ഇരിക്കും. ഇതിന്റെ ഏറ്റവും പുറത്തുള്ള കോശങ്ങൾ ഒന്നായി ഒരു ഷീൽഡ് ഉണ്ടാകുന്നു. ഇതിനെ സിൻഷിഷിയാട്രോ ഫോബ്ലാസ്റ്റ് എന്നാണ് പറയുക. അമ്മയുടെ രക്തത്തിൽ നിന്നും പ്രോട്ടീനും ഓക്സിജനും കുഞ്ഞിന് നൽകുകയും കുഞ്ഞിന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുകയും ഇവർ രണ്ടുപേരുടെ രക്തം തമ്മിൽ കലരാതിരിക്കാനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണിത്. സിൻഷിഷിയാട്രോ ഫോബ്ലാസ്റ്റ് എന്ന ഭാഗം യുത്തേറിയൻ മാമൽസിന് എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് പുതിയ വഴിത്തിരിവായത്. ഈ ഭാഗത്തിന്റെ കാവൽ സ്വഭാവം കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രത്യേക ജീനും അതുണ്ടാക്കുന്ന സിൻസിറ്റിൻ എന്ന പ്രോട്ടീനുമാണ്. ഫ്രാൻസിലും US-ലുമുള്ള 2 ഗവേഷക ടീമുകൾ ഈ ജീനിനെ പരിശോധിച്ചപ്പോൾ അതൊരു റിട്രോ വൈറസുമായി സാമ്യമുള്ളതായി കണ്ടെത്തി. സാധാരണ DNA-യിൽ നിന്നാണ് RNA ഉണ്ടാവുക. എന്നാൽ RNA-യിൽ നിന്നും DNA ഉണ്ടാക്കാൻ കഴിവുള്ള വൈറസാണ് റിട്രോ വൈറസുകൾ. ഇതിനവയെ സഹായിക്കുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന എൻസൈമുകളാണ്. പൊതുവെ റിട്രോ വൈറസുകൾ ബോഡി സെൽസിനെയാണ് ബാധിക്കുക. ഫീമെയിൽ എഗ്ഗിനെയോ ആണിന്റെ ബീജത്തെയോ ഇത് ബാധിക്കില്ല. അവ ഒരു ശരീരത്തിൽ ഇൻഫെക്റ്റ് ചെയ്താൽ നമ്മുടെ സെൽ സിസ്റ്റത്തിന്റെ സഹായത്തോടെ അവ സ്വന്തമായി RNA-യെ DNA ആക്കി മാറ്റുകയും ആതിഥേയ കോശത്തിന്റെ DNA-യുമായി ചേർക്കുകയും ചെയ്യുന്നു. പിന്നീട് അവ ഇതിന്റെ സഹായത്തോടെ വൈറൽ RNA-യും വൈറൽ പ്രോട്ടീനും നിർമ്മിച്ച് കൂടുതൽ റിട്രോ വൈറസുകളെ ഉണ്ടാക്കുന്നു. എന്നാൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃത മറുപിള്ള ഉണ്ടായിരുന്ന ഏതോ ജീവിയിൽ കയറിക്കൂടിയ ഒരു റിട്രോ വൈറസിന് പെറ്റുപെരുകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടേക്കാം. ഇത് എന്തെങ്കിലും മ്യൂട്ടേഷൻ കാരണം സംഭവിച്ചതാവാം. കാലക്രമേണ ഈ വൈറസിലെ ഒരു ജീൻ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം പ്രവർത്തനരഹിതമാവുകയും ആ ജീൻ സിൻസിറ്റിൻ എന്ന പ്രോട്ടീൻ ഉണ്ടാക്കാനും തുടങ്ങി. ഈ പ്രോട്ടീനാണ് മറുപിള്ളയുടെ ഏറ്റവും പുറത്തുള്ള സെൽസിനെ സംയോജിപ്പിച്ച് സിൻഷിഷിയാട്രോ ഫോബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഭ്രൂണത്തെ അമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുകയും ഇത് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഗർഭാശയത്തിൽ കുഞ്ഞ് സുരക്ഷിതമായി വളരാനുള്ള സാഹചര്യം ഉണ്ടായത്. അമ്മയുടെ ഗർഭാശയത്തിൽ വേണ്ട സമയം ചെലവഴിച്ച് പുറം ലോകത്ത് നിലനിൽക്കാൻ പ്രാപ്തരായ കുഞ്ഞുങ്ങൾ പിറക്കുമെന്ന അവസ്ഥയിൽ നമ്മളെത്തി. ഇത് പരിണാമത്തിന്റെ ഒരു ഭാഗമാണ്.
നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിയ മറ്റൊരു വൈറസ് ഉണ്ടാക്കിയ സിസിടിറ്റിൻ-2 എന്ന പ്രോട്ടീൻ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇടപെട്ട് അത് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മാമൽസിൽ പ്രവേശിച്ച മറ്റൊരു വൈറസിന് ജീൻ ഹോർമോണുകളെ നിയന്ത്രിച്ച് പ്രസവത്തിന്റെ സമയം നിയന്ത്രിക്കുന്നു എന്ന കാര്യം ഗവേഷകർ നേരത്തെ കണ്ടെത്തിയിരുന്നു. വൈറസുകൾ മാമൽസിന്റെ ശരീരത്തിൽ കയറിക്കൂടിയതിന്റെ ഫലമായി സംഭവിച്ച വിസ്മയകരമായ പരിണാമം തന്നെയാണിത്. നമ്മെ കോവിഡ് എന്ന മഹാമാരി ബാധിച്ചത് ഈ അടുത്ത കാലത്താണ്. അവ ഇനി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവേഷകർ. ഈ വൈറസ് കൂടാതെ മറ്റു വൈറസുകളും നമ്മെ പിടികൂടാറുണ്ട്. അവയിൽ ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ രൂപാന്തരപ്പെട്ട് നമ്മെ മാറ്റിയെടുത്താലോ? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കണം. വൈറസുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇതുപോലുള്ള സൂക്ഷ്മജീവികൾക്ക് ഒരു മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇവ നായകന്മാരാവാറുണ്ട്. വൈറസുകൾക്ക് പരിണാമം സംഭവിച്ച് അത് നമ്മുടെ ശരീരത്തിൽ തന്നെ മാറ്റിക്കളയാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഓരോ വൈറസുകളോട് പൊരുതുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തിയാണ് വർദ്ധിക്കുന്നത്. ഇതിനായി നമ്മെ വാക്സിനുകൾ സഹായിക്കുന്നു. ചില വൈറസുകൾ പരിണാമം സംഭവിച്ച് ശക്തിയില്ലാതായി പോകുന്നു. നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നാൽ പ്രകൃതി നമുക്ക് അനുകൂലമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ജനസംഖ്യ വർദ്ധിച്ചാൽ അതിനെ ബാലൻസ് ചെയ്യാൻ പ്രകൃതി തന്നെ ചില ആളുകളെ ഇല്ലാതാക്കുന്നു. അതിനായി ഇത്തരം വൈറസുകൾ പ്രവർത്തിക്കാറുണ്ട്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.